പത്തനംതിട്ട ഏറത്ത് തോൽവിക്ക് പിന്നാലെ SNDPക്കെതിരെ LDF സ്ഥാനാർത്ഥി മകനും രംഗത്ത് വന്നു. SNDPക്കാർ ഇനി വീട്ടിലോട്ട് വരേണ്ടെന്ന് സ്ഥാനാർത്ഥി ശോഭന ബാലന്റെയും മകൻ അഭിജിത്തിൻ്റെയും പ്രതികരണം വന്നു. തോൽവിക്ക് കാരണം SNDP പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണെന്നാണ് വാട്സാപ്പ് സന്ദേശം പറയുന്നത്. SNDPക്കാർ ശോഭന ബാലന് വോട്ട് ചെയ്തിരുന്നായിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെ. എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. എല്ലാ SNDP ശാഖയിലെ എല്ലാ മെമ്പർമാരും ജോലി എൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ എൻ്റെ അമ്മ, ഞാൻ, അല്ല എൻ്റെ കുഞ്ഞ്, ഞാൻ, എൻ്റെ വൈഫ്, ഇനിയിപ്പോൾ ആര് ചത്താലും, എൻ്റെ ചേട്ടൻ, എല്ലാവരും ആര് ചത്താലും ഇനി SNDP എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിൽ കൊടിയോ ഒന്നും കെട്ടാൻ വരണ്ട. ഞങ്ങൾ സാധാരണ രീതി എൻ്റെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചോളാം. ഒരു SNDP എന്ന് പറഞ്ഞ സാധനവും എൻ്റെ വീട്ടിൽ കയറിയേക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഈ വോയിസ് ആർക്ക് ഫോർവേഡ് ചെയ്ത് വിട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഓപ്പറേറ്റാണ് പറഞ്ഞത്. SNDP പറഞ്ഞ സാധനം എൻ്റെ വീട്ടിൽ വേണ്ട. പത്തനംതിട്ടയിൽ ഷിജോ കുര്യൻ തത്സമയം ചേർന്നു. ഷിജോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണല്ലോ എടുത്തിരിക്കുന്നത്. SKN ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനമൊക്കെ വന്നതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഏറത്ത് 16-ാം വാർഡിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി ശോഭന ബാലന്റെ തോൽവിക്ക് കാരണം SNDP സംഘടനയാണ് എന്നുള്ള ആരോപണമാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ശോഭന ബാലനും മകനും ഉന്നയിക്കുന്നത്. SNDPക്കാർ അവിടെ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചേനെ എന്നുള്ളൊരു കാര്യമാണ് മകൻ അഭിജിത് ബാലനും ശോഭനയും SNDP യോഗത്തിന്റെ ഒരു ശാഖാ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശമായി അയച്ചത്. അവരാരും ഇനി വീട്ടിലേക്ക് വരണ്ട, SNDP എന്ന് പറഞ്ഞ പേര് കൊണ്ട് ഒരാൾ പോലും തൻ്റെ വീട്ടിലേക്ക് വരണ്ട, തങ്ങൾ ആരെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞാൽ അത് കുഴിച്ചിടാനും അവിടെ കൊടികെട്ടാനും ഒരാൾ പോലും വരേണ്ട എന്നുള്ള ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ശോഭനയുടെ മകൻ അഭിജിത് ബാലൻ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ SNDPക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ശോഭന ബാലനും മകൻ അഭിജിത് ബാലനും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.